1350 ദിർഹംസ് നിങ്ങളടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോയ UAE ഉംറക്ക്. അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ദുബായിൽ നിന്നും ഉംറക്ക് പോയി തിരിച്ചു വന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ദുബായിൽ നിന്നും മക്കയിലേക്ക് ഏകദേശം 1.5 ദിവസത്തിൻ്റെ അടുത്ത് യാത്ര വരുന്നുണ്ട്. ഫഹീം ഉസ്താദ് ആയിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അമീർ. അങ്ങനെ 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മീക്കാത്തിലെത്തി. മീക്കാത്ത് എന്ന് പറയുന്നത് ഇഹ്റാം ചെയ്യുന്ന സ്ഥലങ്ങളെയാണ്. അങ്ങനെ മീക്കാത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് ഉംറയുടെ ആദ്യ ഫർളായ നിയത്ത് വെച്ചുകൊണ്ട് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ മക്കയിലേക്ക് തിരിച്ചു. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ സ്പ്രേ അത്ര പോലത്തത് ഉപയോഗിക്കാൻ പാടില്ല. ആണുങ്ങൾ തലമറക്കാനും അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. അങ്ങനെ ഞങ്ങൾ മക്കയിലെത്തി മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചുകൊണ്ട് കഅബ നേരിട്ട് കാണാനുള്ള ആവേശത്തോടു കൂടെ എല്ലാവരും മുന്നോട്ട് നടന്നു. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ കഅബക്ക് മുമ്പിലെത്തി. ഈ ഒരു കാഴ്ച നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. പടച്ചവൻ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉംറയുടെ 2ാമത്തെ ഫർളായ തവാഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി. തവാഫ് എന്ന് പറയുന്നത് കഅബയെ 7 തവണ ചുറ്റലാണ്. 6 നിലകളിലായിട്ട് തവാഫ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നടക്കാൻ കഴിയാത്തവർക്ക് വീൽ ചെയറിലും ഇലക്ട്രിക് വാഹനങ്ങളിലും തവാഫ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. തവാഫ് കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. എല്ലായിടത്തും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തവാഫ് കഴിഞ്ഞ് 3ാമത്തെ ഫർളായ സഅയിന് വേണ്ടി ഞങ്ങൾ നടന്നു. സഅയ് എന്ന് പറയുന്നത് സഫ മർവ ഇടയിലൂടെയുള്ള നടത്തത്തിനെയാണ്. സഅയ് കഴിഞ്ഞാൽ പിന്നെ ഉംറയുടെ അവസാനത്തെ ഫർളായ തലയിൽ നിന്ന് മുടി മുറിക്കലാണ്. ഇതോടുകൂടെ ഉംറ നിർവഹിച്ചു കഴിയും. തലയിൽ നിന്ന് 3 മുടി മുറിക്കലാണ് നിർബന്ധം. തലയിലെ മുഴുവൻ മുടികളും നീക്കൽ അഥവാ മൊട്ടടിക്കൽ സുന്നത്താണ്. 4 ഫർളുകൾ അടങ്ങിയ വളരെ ലളിതമായി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഉംറ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉണ്ട്.